हरामजादे रिपोर्टर और उसकी बीवी को नीचे ले आओ। पापा आ मार्टिन വന്നിരിക്കുന്നു। അല്ലാ ആ ഹിമാറിനെ പോലീസ് വിട്ടോ? അങ്ങോട്ട് ചെല്ലി, അങ്ങോട്ട് ചെല്ലി. വെറുതെ അൽക്കൊളുത്തുണ്ടാക്കല്ലേ, ചെല്ലി അങ്ങോട്ട്. कौन है बे तू? मार्टिन, ये हाथ में मेरा बंधु है। बंधु? नाम क्या है बे तेरा? क्या नाम है? मोहम्मद। मोहम्मद? हाँ। या और कोई बंधु तो नहीं तुम्हारा? कोई भी नहीं। कोई नहीं। പൊന്മുരളിയൂതും കാട്ടി തിരുനമലിയും പോലെ പഞ്ചമം തേടും കുയിലിൻ താളമിയലും പോലെ കനവിലൊഴുകാം ഭാവമായി ആരുമറിയാതെ പൊന്മുരളിയൂതും കാട്ടിൽ താളമിയലും പോലെ മാരനൊഴിയും തീലി വിരിയും മാരിമുകിലുരുകുമ്പോൾ തിരകളിൽ തിരയായി നുരയുമ്പോൾ കഞ്ചുകം കുളിരെ മുറുകുമ്പോൾ പവിഴമാറി തിരയും ഞാൻ ആരുമറിയാതെ പൊന്മുരളിയൂതും കാട്ടി ഈണമലിയും പോലെ പഞ്ചമം തേടും കുയിലിൻ താളമിയലും പോലെ കനവിലൊഴുകാം ഭാവമായി ആരുമറിയാതെ തന്തനത്താനാരോ मुसलमान है? इधर आ। अरे इधर आ। साले, तो तेरे गले में जनवा क्या कर रहा है? हाँ? तेरी नहीं भाई भाई छोड़ छोड़ दो। छोड़ दो इसे। अचानक में साले बुढ़े
तूने मुझसे झूठ कहा ये मुसलमान है। भाई साहब मुझे माफ कर दो। मार्टिन किसी को माफ नहीं करता, कभी नहीं। तूने मुझसे झूठ कहा, इसकी सजा तुझे भुगतनी होगी। अगर कल तक तूने मुझे 500 रुपए नहीं पहुंचाए तो मैं तुम्हारा इस गली में जीना मुश्किल कर दूंगा, समझे? തിരുമേനി, ദേവനാരായണൻ, ദേവൻ എന്ന് വിളിക്കാം. ഉവ്വ്, അന്നത്തെ ദേഷ്യത്തിൽ ഞാൻ ചില അബദ്ധങ്ങളൊക്കെ ചെയ്തു, അതൊക്കെ മറക്കണം. പരിഹാരമായിട്ട് മുതലാളി എന്തു വേണമെങ്കിലും ചെയ്യും. എത്ര രൂപ വേണമെങ്കിലും. എത്ര? 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം. എടോ, തന്റെ ഈ മുതലാളിയെ വിലക്കെടുക്കാനുള്ള കാശ് ഇന്ന് എന്റെ കയ്യിലുണ്ട്. പണം കൊണ്ട് വീടെടുക്കാവുന്നതല്ല എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കുടുംബത്തിൽ. എങ്കിൽ ഇവിടുന്ന് പറയൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്നെ ഓർക്കണ്ട, എന്റെ മകളെ ഓർത്തെങ്കിലും. ദേ, ഇവൻ നിരപരാധിയാണ്. നിരപരാധിയായ എന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് കള്ളനാക്കാം. ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ജയിലിലിടാം, തല്ലിച്ചതയ്ക്കാം, അല്ലേ? ഞാനതെല്ലാം മറക്കാം. പക്ഷെ ഈ ഇരിക്കുന്ന മനുഷ്യനാരാണെന്നറിയോ? സ്വന്തം മകനെ കൺമുന്നിലിട്ട് പീഡിപ്പിക്കുന്ന കണ്ട് തളർന്നുപോയ എന്റെ അച്ഛൻ. ആ മനുഷ്യന്റെ തളർച്ച മാറ്റി എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്റെ പെങ്ങന്മാരുടെ തകർന്ന ജീവിതം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പട്ടികളെ! മകൻ കള്ളനാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന എന്റെ അച്ഛന്റെ മുന്നിൽ നിങ്ങളാണ് തിരുവാഭരണം മോഷിച്ചതെന്ന് പറയോ? റാസ്കൽ! എടാ, വിളിച്ചു വരുത്തി നാണം കെടുത്തിയാൽ നായിന്റെ മോനെ നിന്നെ ഞാൻ. ആരും ഒരു അക്ഷരം മിണ്ടരുത്. എടോ, തനിക്ക് എന്നോടുള്ള വിദ്വേഷം എന്താണെന്ന് എനിക്കറിയാം. കീഴ്ജാതിക്കാരന്റെ അപകർഷത. ഒരു സവർണ സ്ത്രീ 60 കഴിഞ്ഞ വൃദ്ധയാണെങ്കിൽ പോലും അവരെ വരെ പകയോടെ പ്രാപിക്കാൻ പോകുന്ന നിന്റെയൊക്കെ മനസ്സിലാണ്ട ജാതി മൈത്തവും. അന്ന് നീ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്റെ തീണ്ടൽ മാറാൻ 2 രൂപ കൊടുത്ത ഓർമ്മയില്ലേ? ഇന്ന് എണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ്. കൊണ്ടുപോയി കുളിക്കേ. നമ്പൂതിരി തൊട്ടാൽ കുളിച്ച് ശുദ്ധം മാറേണ്ടവൻ ഇന്ന് നീയാണ്. കാരണം നിന്റെ മനസ്സിലാണ് അയിത്തം. എന്നെ ഒന്നും ചെയ്യരുതേ. നീ വെറും ഡൂക്കിലി. നിനക്കൊള്ളാൻ ഞാൻ പണ്ടേ തന്നു കഴിഞ്ഞു. തിരുമേനി, ഇനി എന്നെ തല്ലല്ലേ. ഇത് തനിക്ക് പണ്ടേ കിട്ടേണ്ടതായിരുന്നു. എന്റെ അച്ഛൻ അന്ന് ഇത് തന്നിരുന്നെങ്കിൽ താൻ എന്റെ കുടുംബം കട്ടുപിടിക്കില്ലായിരുന്നു. തിരുമേനി ക്ഷമിക്കണം.